2016 വർഷാന്ത്യ കണക്കെടുപ്പിൽ ബോളിവുഡും ഇന്ത്യൻ സിനിമയും ചർച്ച ചെയ്യുന്നത് മോഹൻലാലിന്റെ പേര്. ആദ്യമായി ഇന്ത്യൻ വമ്പൻ ഹിറ്റുകളുടെ കളക്ഷൻ ചർച്ചയിൽ മലയാള താരത്തിന്റെ പേരും എത്തുകയാണ്. പോയ വർഷത്തെ ഇന്ത്യയിലെ സൂപ്പർ നായകന്മാരിൽ 4ാം സ്ഥാനത്താണ് മോഹൻലാൽ. ആഗോള സൂപ്പർ സ്റ്റാർ പദവിയുള്ള രജനീകാന്തിനെ കടത്തിവെട്ടിയാണ് നായകന്മാരുടെ ഹിറ്റ് ചാർട്ടിൽ മോഹൻലാൽ 4ാമനായത്. ഹിന്ദി സിനിമയിലെ കിങ് ഖാനായ ഷാറുഖ് ഖാന്റെ പിന്നോട്ടു പോകലിനും ലാൽ എന്ന നടന്റെ അവിസ്മരണീയമായ നേട്ടമാണ് ഇന്ത്യൻ സിനിമ ചർച്ചയാക്കുന്നത്. ഇന്ത്യൻ ഹിറ്റ് ചാർട്ടിൽ ഇടം നേടുന്ന ആദ്യ മലയാള നടനാണ് മോഹൻലാൽ. ഇന്ത്യൻ സിനിമാ വ്യവസായം രേഖപ്പെടുത്തിയ കണക്ക് പ്രകാരം 2016 ലാൽ സിനിമകൾ കളക്ട് ചെയ്തത് 378 കോടി രൂപയാണ്. പുലിമുരുകൻ 150 കോടിയും ജനതാ ഗാരേജ് 140 കോടിയും നേടി. പ്രിയദർശന്റെ ഒപ്പം 80 കോടി രൂപ നേടിയിരുന്നു. ഇതിൽ പുലിമുരുകൻ ഇപ്പോഴും തിയേറ്ററുകളിൽ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2016 റിലീസ് ചെയ്ത ലാൽ ചിത്രങ്ങളുടെ നേട്ടം 400 കോടി കവിയുമെന്നാണ് സിനിമാ ലോകത്തിന്റെ വിലയിരുത്തൽ. ദക്ഷിണേന്ത്യയിൽ മുഴുവൻ ലാൽ ചിത്രങ്ങളുടെ സാധ്യത ഉയരുന്നത് കൊണ്ടാണിതെന്നും വിലയിരുത്തപ്പെടുന്നു. പുലിമുരുകന് യൂറോപ്പിലും ഗൾഫിലും കിട്ടിയ ജനപ്രീതിയും ബോളിവുഡിനെ അടക്കം അമ്പരപ്പിച്ചിട്ടുണ്ട്. ഹിറ്റ് ചാർട്ടിൽ മോഹൻലാലിനും പിന്നിലാണ് സ്റ്റൈൽമനൻ രജനീകാന്ത്. ആഗോള സൂപ്പർ സ്റ്റാറായ രജനിയുടെ കബാലി കളക്ട് ചെയ്തത് 350 കോടിയാണ്. ആദ്യ ദിനത്തിലെ കളക്ഷൻ റെക്കോർഡുകളുടെ കരുത്തിലാണ് കബാലി ഹിറ്റ് ചാർട്ടിൽ എത്തിയത്. തുടക്കത്തിൽ വമ്പൻ കളക്ഷൻ നേടിയ രജനി ചിത്രത്തിന് പിന്നീട് ആ മുന്നേറ്റം തുടരാനായില്ല. എന്നാൽ മോഹൻലാലിന്റെ പുലിമുരുകൻ അങ്ങനെയായിരുന്നില്ല. സിനിമ അഭിപ്രായമുണ്ടാക്കിയാണ് കളക്ഷൻ നേടിയത്. കേരളത്തിലുടനീളം വമ്പൻ ഹിറ്റായി. വിദേശത്തെ നേട്ടമാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ജനതാ ഗാരേജിലൂടെ തെന്നിന്ത്യൻ സൂപ്പർ നായകനായി ലാൽ മാറിയതും പുലിമുരുകന് തുണയായി. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.